to Girl Talk. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ അത്യാവശ്യമുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ടാൻ റിമൂവൽ. ഇതിപ്പോൾ ചെന്നൈയിൽ മാത്രമല്ല, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ടാൻ എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ്, എക്സെപ്റ്റ് ഫോർ ഫോറിനേഴ്സ്. സൺ ബാത്തിങ് എന്തൊക്കെയല്ലേ ടാൻ ആവാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ടാനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ പോസിബിളി അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു സൺ ബാത്തിങ്. ഇത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്, നമ്മളിവിടെ ഒരിക്കലും റേസിസത്തിനെ പറ്റിയിട്ടോ കളറിനെ പറ്റിയിട്ടോ അല്ല പറയുന്നത്. ടാൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് വരുന്ന നമ്മുടെ ഡെഡ് സെൽസ് ആണ്. അതായത് സണ്ണിൻ്റെ റേസ് അടിച്ചിട്ട് ഇപ്പം നമ്മുടെ സ്കിന്നിൽ മെലനിൻ കൂടും, അതേപോലെ തന്നെ നമ്മുടെ പുറത്തെ സ്കിന്ന് വളരെ ഡെഡായി പോവുകയും വളരെ ഡ്രൈ ആയി പോവുകയും വളരെ ഡാർക്കായി പോവുകയും ചെയ്യും. നമ്മളത് അവിടെ തന്നെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതൊരു ലെയർ പോലെ പോയിട്ട് നമ്മുടെ സ്കിന്നിന് പുറത്ത് ഒരു ഹാർഡ് സർഫസ് വരും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. നിങ്ങൾ ഒരു കെയറും ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും അത് ബിൽറ്റപ്പ് ചെയ്ത് നിങ്ങളുടെ കയ്യിലൊരു ഹാർഡ് ലെയർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ടാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കളർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും കളറിനെതിരായിട്ടുള്ള ഒരു വീഡിയോ ഒന്നും അല്ല. യു ലുക്ക് ബ്യൂട്ടിഫുൾ ഹൗ എവർ യു ആർ. പക്ഷേ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, ഹെൽത്തി സ്കിൻ വേണം എന്നുള്ളത്. ഇപ്പോൾ ഈ ഡെഡ് സെൽസ് എല്ലാം കൂടി ഇരുന്ന് നമ്മുടെ സ്കിന്നിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടാൻ റിമൂവലും സ്കിൻ കെയറും ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ വെളുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമല്ല കേട്ടോ. ഇപ്പോൾ ഈ സൺ ടാൻ കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സ്കിന്നിൽ വരാറുണ്ട്. ഇതല്ലാതെ നമുക്ക് ചിലപ്പോൾ ബ്ലെമിഷസ് വരും. എനിക്ക് ചെന്നൈയിൽ വന്ന് ഈ വെയിൽ കൊണ്ടപ്പോഴേക്കും സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സ് വരെ വരാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് പോഴ്സ് ഒക്കെ ഇൻക്രീസ് ആയി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ സംഭവങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ പറയാൻ പോകുന്നത്. ഇതൊരു വൈറ്റനിങ് സൊല്യൂഷനേ അല്ല. ഇത് നിങ്ങളുടെ കളർ എൻഹാൻസ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഇൻബിൽട്ടായിട്ട് എന്ത് കളറാണോ ഉള്ളത് അത് തന്നെയാണ് നമ്മുടെ കളർ. നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ടാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. അതിനെ നമ്മൾ എംബ്രേസ് യുവർ ഓൺ ഇന്നർ ബ്യൂട്ടി. ഇതെന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാ വീക്കും, ഇതിപ്പോൾ വീക്കിലി വൺസ് ഓർ ട്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. എന്നൊന്നും ചെയ്യണം എന്നില്ല, ബട്ട് വീക്ക്ലി വൺസ് നമ്മൾ ഈ ഒരു റുട്ടീൻ, ഒരു സൺ ടാൻ റിമൂവൽ റുട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ വിൽ ബി മോർ ഹെൽത്തി. ഇപ്പം നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന റുട്ടീൻ വെച്ചിട്ട് നിങ്ങളുടെ സ്കിന്നിൽ ദർ വിൽ ബി ആൻ ഇൻസ്റ്റൻറ്റ് ആയിട്ടൊരു ഗ്ലോ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണ്, നിങ്ങൾ കുറേ നാളായിട്ടൊന്നും ചെയ്യാതിരിക്കുകയാണ്, നാളെ ഏതെങ്കിലും ഫംഗ്ഷന് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്നൊന്ന് ഹെൽത്തി ലുക്കിംഗ് അല്ലെങ്കിൽ ഒരു ഗ്ലോയി ഫീൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റുട്ടീൻ ഫോളോ ചെയ്താൽ മതി. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഈ റുട്ടീൻ ചെയ്യാനായിട്ട്. അപ്പം എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് എഫക്റ്റീവായിട്ട് നാച്ചുറലായിട്ട് ഫേസ് ക്ലീൻ ചെയ്യാമെന്നുള്ളത് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ അത് കണ്ടു നോക്കുക. അപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഈ റുട്ടീൻ വേണം. അപ്പം ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. ഇപ്പോൾ കണ്ടോ എൻ്റെ സ്കിന്നിൽ ഇതൊക്കെ നേരത്തെ ഞാൻ ഫൗണ്ടേഷൻ വെച്ച് മറച്ച് വെച്ചിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നിറയെ നമ്മുടെ സ്കിൻ ടാൻ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ചെറിയ കുത്തുകളും പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്രബ് ചെയ്യാന്നുള്ളതാണ്. ഇതൊരു കോഫി സ്ക്രബാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും മേ ബി. അപ്പം നമ്മൾ കോഫി എടുക്കുക, അതേപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക. ഗ്രാനുവൽസ് ആയിട്ടുള്ള ഷുഗർ, പൗഡർഡ് അല്ല, ഗ്രാനുവൽഡ് ആയിട്ടുള്ള ഷുഗർ കൂടി ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. കോഫിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഷുഗർ നമുക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോഫി സ്ക്രബ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ കോഫി സ്ക്രബ് അപ്ലൈ ചെയ്യാം കേട്ടോ. കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കഴുത്തിൻ്റെ പുറകിലൊക്കെ അഴുക്ക് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഡെഡ് സെൽസ് കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി, അത് മാറും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റെപ്പ് 2ലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്തു. ഇത് ചെയ്യുമ്പോഴേക്കും സ്കിൻ വിൽ ബി ലൈക്ക് സൂപ്പർ സോഫ്റ്റ്.
സ്കിന്നിലെ കംപ്ലീറ്റ് ഡെഡ് സെൽസും പോയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊട്ട് വെക്കാനൊക്കെ നല്ല രസം. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എഗെയിൻ ഒരു ക്ലെൻസിങ് അല്ലെങ്കിൽ ഒരു ബ്ലീച്ചിങ് ടെക്നിക്ക് പോലത്തെ ഒരു സംഭവമാണ്. നമ്മൾ ടൊമാറ്റോ എടുത്തിട്ടുണ്ടായിരുന്നു. ടൊമാറ്റോ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഫുൾ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ടൊമാറ്റോ ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഇത് ആക്ച്വലി നല്ല ഒരു എന്താ പറയുക, ഒരു മസാജ് പോലെ ആക്ട് ചെയ്യും. നമ്മുടെ ഫേസിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂടും എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ കിട്ടും. ടൊമാറ്റോ നമുക്ക് നോർമലായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. നാരങ്ങ പോലെയല്ല, കുറച്ച് മൈൽഡ് ബ്ലീച്ചിങ് ഏജൻ്റാണ് ടൊമാറ്റോ. സൺടാനിന് വളരെ പറ്റിയ സാധനമാണ് കേട്ടോ ടൊമാറ്റോ. നമ്മളിവിടെ മാസ്കിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ കയ്യിലൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈയുടെ കാര്യം മറക്കരുത്. അവസാനം നമ്മുടെ ഫേസ് മാത്രം ഇങ്ങനെ ഊരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടൊമാറ്റോ നന്നായിട്ട് മസാജ് ചെയ്ത് സ്കിന്നിലാക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു നല്ലൊരു ഫീൽ ഉണ്ട്, നല്ലൊരു നാച്ചുറൽ ഫീൽ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റെപ്പ് 3ലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്ന ഒരു പാക്കാണ്, ഒരു ആൻറ്റി ടാൻ പാക്കാണ്. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അലോവേര ജെൽ എടുക്കുന്നുണ്ട്. അലോവേര ജെൽ നിങ്ങൾക്കറിയാം സ്കിന്നിന് വളരെ നല്ലതാണ്. ഒത്തിരി നമ്മുടെ സ്കിൻ കൂൾ ചെയ്യും, സ്കിൻ ലൈറ്റൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മളിവിടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്. വൈറ്റമിനിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ടാൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ കേർഡ് എടുക്കുന്നുണ്ട്. കേർഡ് നമ്മുടെ സ്കിൻ ഒരുപാട് ഹൈഡ്രേറ്റ് ചെയ്യും. ടാൻ റിമൂവലിന് ബെസ്റ്റ് സാധനമാണ് ആക്ച്വലി കേർഡ്. അതുപോലെ നമ്മൾ ടൊമാറ്റോ എടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ സ്കിൻ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമ്മളത് മാസ്കിലൂടെ ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന ഓട്സ് ആണ്. ഓട്സ് ആക്ച്വലി ഒരുപാട് ഈ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻസ്, അതുപോലെ തന്നെ ഒരു സ്ക്രബ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഈ ഓട്സിന് പകരം നിങ്ങൾക്ക് വേറെ സാധനങ്ങൾ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഓട്സിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടിയോ അതേപോലെ തന്നെ കടലമാവ്, മുൾട്ടാണി മിട്ടി അതൊക്കെ ഉപയോഗിക്കാം. മുൾട്ടാണി മിട്ടി എനിക്ക് ചേരത്തില്ല, അതാണ് ഞാൻ ഉപയോഗിക്കാത്തത്. അത് എല്ലാവർക്കും ചേരുന്നൊരു സാധനമല്ല. ഡ്രൈ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിങ്ങനെ സ്കിന്നിൽ ഉണങ്ങി പിടിക്കും. അപ്പോൾ നമുക്ക് സ്കിന്നിങ്ങനെ വലിയും. ഇത് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 to 20 minutes ഇട്ട് വെച്ചേക്കേണ്ട ഒരു മാസ്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 20 minutes കഴിഞ്ഞിട്ടുണ്ടാവും. അത് നന്നായിട്ട് ഡ്രൈ ആയി. അപ്പോൾ ഡ്രൈ ആയിട്ട് നമ്മൾ ആ ഓട്സൊക്കെ സ്ക്രബ് ചെയ്ത് കളയാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ പഴയ ഡെഡ് സ്കിൻസൊക്കെ പോയി നല്ല സൂപ്പർ സോഫ്റ്റ് സ്മൂത്ത് സ്കിന്നാവും നമ്മുടെ. അപ്പോൾ ആ ഒരു നാച്ചുറൽ ഫീൽ ഉണ്ട്, ആ ഒരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് എന്ന് നമ്മൾ പറയാം, ആ ഫ്രഷ്നെസ് ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമേ നമ്മൾ അതിൻ്റെ പുറത്ത് മേക്കപ്പ് ഇട്ടാലും അത് എഫക്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ കാണാൻ നന്നായിട്ടിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര കേക്കി ആയിട്ടൊക്കെ ഇരിക്കും. നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല സോഫ്റ്റ് സ്മൂത്തായിട്ടിരിക്കുന്നുണ്ട്. എനിക്കിതിൻ്റെ പുറത്ത് ഒന്നും ഇടാൻ തോന്നുന്നില്ല. ബട്ട് നമ്മൾ ഇത്രയൊക്കെ സ്കിന്നിൽ ഒത്തിരി ഇട്ട് പിടിച്ചിട്ട് മസാജൊക്കെ ചെയ്തിട്ട് ഒരിത് ചെയ്തതാണ്. അപ്പം നമുക്ക് ഒരു കൂളിംഗ് എഫക്റ്റിന് വേണ്ടിയിട്ട് ഈ ആലോവേരയുടെ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് പതഞ്ജലിയുടെയാണ്, പക്ഷേ ഇത് ഞാൻ മാറ്റണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് ആലോവേര ജെൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വോവിൻ്റെ ഉണ്ട്, അതുപോലെ കുറേ പ്രോഡക്ട്സിൻ്റെ, കുറേ ബ്രാൻഡ്സിൻ്റെ ആലോവേര ജെൽസ് ഉണ്ട്. ഇത് ഞാൻ കുറച്ച് നാളായിട്ട് തീർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് ഓൾ പർപ്പസ് ആണ് കേട്ടോ. നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം, സ്കിന്നിൽ അപ്ലൈ ചെയ്യാം, എല്ലാം ചെയ്യാം. ഈ ജെല്ല് ഞാൻ കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്കിന്നിന് നന്നായിട്ടൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ. ഏതെങ്കിലും നിങ്ങൾക്ക് നല്ല മോയ്സ്ചറൈസേഴ്സ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ റുട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീക്ക്ലി 2 എങ്കിലും ഇത് ചെയ്യുക കേട്ടോ. 1 സൺഡേ ഓർ വെനസ്ഡേ നൈറ്റ് അങ്ങനെ കുറച്ച് ഇടവിട്ടിട്ട് ചെയ്യുക. വളരെ എഫക്റ്റീവാണ്. ആക്ച്വലി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കുക. ഇല്ലാണ്ട് നമ്മുടെ സ്കിൻ അവിടെ ഇരുന്ന് അതൊരു വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതായിട്ട് മാറും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ചേരുന്നില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി നിങ്ങൾക്ക് പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാൻ കേട്ടോ. ഇത് ഞാൻ ബേസിക്കലി ടാൻ റിമൂവലിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഓരോ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.